ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ തണുത്തൊരു ഗുഡ് മോർണിംഗ്. മഴയൊക്കെ വെയിലൊക്കെ മാറി, വേനലൊക്കെ മാറി, മഴക്കാലമായെന്നാണ് തോന്നുന്നത്. മഴച്ചാറ്റിലൊക്കെ ഉണ്ട് രാവിലെ. ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇഡലി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഡലിയും ചമ്മന്തിയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ഇഡലി കുക്കർ ഉണ്ടല്ലോ, 5 വർഷം മുന്നേ മേടിച്ച ഒരു ഇഡലി കുക്കറാണ്. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വിശ്വസിക്കുക? എന്നാൽ ഞാൻ 5 വർഷമായിട്ട് ഫസ്റ്റ് ടൈം ഇന്നാണ് ഇഡലി കുക്കർ യൂസ് ചെയ്യുന്നത്. മേടിച്ച അന്ന് അതൊന്നിങ്ങനെ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ എനിക്കിത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നി. കാരണം ഈ ലോക്ക് ഇട്ടിട്ട് വേണം ഇത് വെക്കാൻ. അപ്പോൾ അതെനിക്ക് അത്ര എളുപ്പം തോന്നിയില്ല. അത് കാരണം ഞാനത് അപ്പം തന്നെ അത് കബോർഡിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. എപ്പോഴും അത് കബോർഡ് ക്ലീൻ ചെയ്യുമ്പോൾ അതെടുത്ത് നോക്കും, പിന്നെയും മടി കാരണം അത് അവിടെ വെക്കും. ഇത് ഇത്രയും വാല്യൂ ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ സാധനം മേടിച്ച് എന്തായാലും ഒരു 10-750 രൂപയെ. ഇത് ചെന്നൈയിൽ നിന്ന് മേടിച്ചാണ്. അപ്പം ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ചെന്നൈയിൽ നിന്നായിരുന്നു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ, ഇങ്ങനെ പാത്രങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഇനി എൻ്റെ കബോർഡിൻ്റെ അകത്ത് ഉപയോഗിക്കാത്തൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ ഇഡലി കുക്കറെ. അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അതെടുത്ത് അതിൽ ഇഡലിക്കുള്ള മാവൊക്കെ കോരി ഒഴിക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറി. മടിച്ച് കിടക്കാനൊന്നും പോയില്ല. രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റ് അടുക്കളപ്പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ പിടിച്ച കാരണം മുറ്റമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാനുണ്ടോ, നിറയെ കാറ്റൊക്കെ അടിച്ചിട്ട് ചപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അത് കാരണം പിന്നെ കിടന്നില്ല. അതുമല്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ വിശ്രമ ജീവിതമൊക്കെ തീർന്നല്ലോ. ഇനിയിപ്പോൾ വെളുപ്പിനെയൊക്കെ എണീറ്റ് പിള്ളേർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ തൊട്ടേ മടി മാറ്റിയാലുള്ള ആ സമയമാകുമ്പോൾ ഞാൻ ഓക്കെ ആകത്തുള്ളൂ. അല്ലെ അന്ന് രാവിലെ എണീക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ തൊട്ടേ ഞാൻ രാവിലെ എണീറ്റിട്ട് ആ ശീലങ്ങൾ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കളൊക്കെ എണീക്കുന്നതിന് മുമ്പ് ഇഡലിയും ചമ്മന്തി, ആദ്യം സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പം എല്ലാ വെജിറ്റബിൾസൊന്നും ഇല്ല. എന്നാൽ പിന്നെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഡലി മാവെല്ലാം കോരി ഒഴിച്ച് ഇഡലി കുക്കറിൻ്റെ അകത്തേക്ക് വെക്കുന്നുണ്ട്. ഇതിനാകപ്പാടുള്ള പാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്ക് ഇടണം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ആ ലോക്ക് ഇടാൻ ഇച്ചിരി മെനക്കേടാണ്. ആ ലോക്ക് ഇടുന്ന ഇത് നോക്കുമ്പോൾ നമ്മൾ ഓർക്കും സാധാ അപ്പച്ചമ്പാകുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കും. ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. ഇത് മൊത്തം 4 തട്ടുണ്ട്. 4 തട്ടിലും 4 ഇഡലി വെച്ചിട്ട് വെക്കാം ഒരു തട്ടയിൽ. അങ്ങനെ 16 ഇഡലി ഒറ്റ ട്രിപ്പിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 16 തന്നെ ധാരാളമാണ്. ഏതെന്ന് വെച്ചാൽ ഒരുപാടൊന്നും നമ്മൾ കഴിക്കാറില്ല. ഒരു കുട്ടികളാണെങ്കിൽ 2 ഇഡലി, ഞാൻ ചിലപ്പോൾ 4 ഇഡലി, അതിൽ കൂടുതലൊന്നും പോകാറില്ല. അപ്പോൾ പിന്നെ ഈ 16 അധികമാണ്. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ 16 ഉണ്ടാക്കാം. അത് ഭയങ്കര ലാഭം തന്നെയുള്ള കാര്യമാണ്. ജോലി എളുപ്പമാക്കാം. അങ്ങനെ ഇഡലിയെല്ലാം കോരി വെച്ച് അടയ്ക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഒരു സാധനം മേടിച്ചാൽ നമ്മൾ ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ 5 വർഷം വേണ്ടി വന്നു അത് ഉപയോഗിക്കാനായിട്ട്. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ പാത്രങ്ങളൊക്കെ മേടിച്ച് ഷെൽഫിൽ വെച്ച് മറന്നു പോകുന്നവർ, മടിയായിട്ട് ഉപയോഗിക്കാതെ വെക്കുന്നവർ? ഞാൻ അങ്ങനെയാണ്. ഏത് പാത്രം മേടിച്ചാലും ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കത്തുള്ളൂ. അന്നേരം അതിപ്പോൾ ഡ്രസ്സാണേലും അതെ, മേടിച്ചെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു വർഷം, ചിലപ്പോൾ അതിൻ്റെ ട്രെൻഡ് പോയി കഴിഞ്ഞിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ആ ഒരു വല്ലാത്ത വൃത്തികെട്ട സ്വഭാവമാണെന്ന് തോന്നുന്നത്. എനിക്ക് മാത്രമുള്ളൊരു വൃത്തികെട്ട സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വെറും 5 മിനിറ്റ് ആയതുള്ളൂ ഞാൻ ഇഡലി കുക്കർ അടുപ്പേ വെച്ചിട്ട്. അപ്പോൾ അതിന് വിസിൽ വന്ന് നമ്മുടെ സാധാ കുക്കറിൻ്റെ പോലെ വലിയ ഒച്ചത്തിലുള്ള വിസിലൊന്നുമല്ല, ചെറിയൊരു വിസിലടിയേ ഉള്ളൂ. 5 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഈ പാത്രത്തിൻ്റെ മൂല്യം, ഈ ഇഡലി കുക്കറിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന്. കാരണം സാധാരണ നമ്മൾ ചെമ്പിൻ്റെ അകത്ത് ഇഡലി പുഴുങ്ങാൻ വെക്കുമ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ മാക്സിമം, ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും എടുക്കും. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമയവും ലാഭമാണ്, നമുക്ക് ഗ്യാസും ലാഭിക്കാം. 5 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ. ഇഡലി റെഡിയായി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടിയപ്പം ആണെങ്കിലും കുമ്പിളപ്പം ആണെങ്കിലും അങ്ങനെയുള്ള നമ്മൾ ചെമ്പിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇതിലുണ്ടാക്കാൻ പറ്റും. വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ഇടിയപ്പമൊക്കെ ഇതിലേ ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയായി. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ രാവിലെ ബ്ലാക്ക് കോഫി ഒന്നും കുടിച്ചിട്ടില്ല, കോഫിയോ ചായയോ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ എണീറ്റ ഉടനെ ഒരു ബ്ലാക്ക് കോഫി എനിക്ക് നിർബന്ധമുള്ളതാണ്. അപ്പം ഞാൻ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇഡലിയുടെ പുറകെ നിന്നുകൊണ്ട് കാപ്പിയൊന്നും കുടിച്ചില്ല. അപ്പം ഞാൻ കാപ്പിക്കുള്ള വെള്ളമെല്ലാം വെക്കുന്നുണ്ട്. അങ്ങനെ കാപ്പിയൊക്കെ തിളച്ചു. ഇനിയിപ്പം ഒരു കപ്പ് കാപ്പിയും കുടിച്ച് പത്രം അരിച്ച് പെറുക്കി ഒന്ന് വായിക്കണം. അത് കഴിഞ്ഞിട്ടേ മിറ്റം ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങത്തുള്ളൂ. എന്നാ വെച്ചാൽ പത്രം ഒരുപാട് കാര്യമായിട്ടൊന്നും വായിക്കാറില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിക്കും. ഭരണം മാറിയതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഇഡലി വെന്തപ്പോൾ ഞാനത് കാസറോളിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂട് പോകാതിരിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്, ഫാസ്റ്റായിട്ട് റെഡിയായപ്പോൾ. ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.